ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞാനിവിടെ എടുക്കാൻ പോകുന്നത് 6th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിൻ്റെ സെക്കൻഡ് ടേം ഇവാലുവേഷൻ ക്വസ്റ്റ്യൻ പേപ്പർ കേട്ടോ. 2019-20 ഇതിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ, ക്രിസ്മസ് എക്സാമിൻ്റെ. ഓക്കെ, എന്താണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താ ഇൻസ്ട്രക്ഷനാണ് അല്ലേ. ഇൻസ്ട്രക്ഷൻ എന്താ 50 മിനിറ്റ്സ് കൂൾ ഓഫ് ടൈമാണ് അല്ലേ. ആ ടൈമിൽ എന്താക്കുക, നിങ്ങൾ നന്നായി വായിച്ചിട്ട് ആക്ടിവിറ്റീസ് ഒക്കെ മനസ്സിലാക്കുക. അണ്ടർസ്റ്റാൻഡിങ് ദ ആക്ടിവിറ്റീസ്. ഓക്കെ, ആൻസർ എനി 6 ഫ്രം ദ ഗിവൺ 8 ആക്ടിവിറ്റീസ്. 8 ആക്ടിവിറ്റീസ് ഉണ്ടാവും, അതിൽ 6 എഴുതുക, ആൻസർ ചെയ്യുക. ട്രൈ ടു ആൻസർ ഓൾ സബ് ക്വസ്റ്റ്യൻസ് ഓഫ് ദ സെലക്റ്റഡ് ആക്ടിവിറ്റീസ്. പിന്നെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ എടുത്ത ആക്ടിവിറ്റീസിൽ എയും ബിയും സിയും ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കുക, മുഴുവനായിട്ട് എഴുതുക. ഓക്കെ, അല്ലാതെ നമ്മൾ ഒരു ആക്ടിവിറ്റി എടുത്താൽ എ എഴുതി ബി മറന്നു പോവുക സി മറന്നു പോവുക ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ മാർക്ക് കുറയും. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ എടുത്ത ആക്ടിവിറ്റീസിൽ എത്ര സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ആ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യണം നിങ്ങൾ സെലക്ട് ചെയ്ത ആ ആക്ടിവിറ്റീസ്. ഓക്കെ, ദെൻ ആക്ടിവിറ്റി 1 എന്താണെന്ന് നമുക്ക് നോക്കാം. We have arrived at the conclusions about the shape of Earth through various observation and experiment. അപ്പൊ നിരവധി ഒബ്സർവേഷനിലൂടെയും എക്സ്പെരിമെന്റിലൂടെയൊക്കെ ആണ് ഇന്ന് നമ്മൾ എത്തിച്ചേർക്കുന്ന കൺക്ലൂഷൻ എന്താണ്, എർത്തിന്റെ ഷേപ്പിനെ കുറിച്ചിട്ടുള്ള പല ഒബ്സർവേഷനിലൂടെ എക്സ്പെരിമെന്റിലൂടെയാണ് എന്താക്കുന്നത് ഇന്നത്തെ എർത്തിന്റെ ഷേപ്പിനെ കുറിച്ച് നമ്മൾ ലാസ്റ്റ് കൺക്ലൂഷനിൽ നിഗമനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് അല്ലേ. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. Nowadays we have many specific evidences about the shape of Earth. The spherical shape of Earth is slightly flattened at the poles and bulged at the equator. Name this spherical shape. അപ്പൊ ഇപ്പൊ എന്താണ്, nowadays we have many scientific evidence about the shape of earth അല്ലെ. ഭൂമിയുടെ ഷേപ്പ് അല്ലെ, എർത്തിന്റെ ഷേപ്പിനെ കുറിച്ചിട്ട് എന്താണ് പല സയന്റിഫിക് എവിഡൻസുകളും ഉണ്ട് അല്ലെ. The spherical shape of earth is slightly flattened at the poles and bulged at the equator. എന്താണ് ഈ എർത്തിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് എന്താണ്, സ്ഫെറിക്കൽ ഷേപ്പ് സ്ലൈറ്റ്ലി ഫ്ലാറ്റൻഡ് അറ്റ് ദ പോൾസിൽ അവിടെ കുറച്ച് ഫ്ലാറ്റൻഡും പിന്നെ എന്താണ് ഇക്വേറ്ററിൻ്റെ അവിടെ ബൾജ്ഡും ആണെന്ന് പറഞ്ഞില്ലേ. അങ്ങനെയാണ് നെയിം ദി സ്ഫെറിക്കൽ ഷേപ്പ്, ഇതിന്റെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ് മക്കളെ? The spherical shape of earth is slightly flattened at the poles and bulged at the equator. ആ സ്ഫെറിക്കൽ ഷേപ്പിന്റെ പേരെന്താണ്? ജിയോയിഡ് അല്ലേ. നമ്മൾ പഠിച്ചതാണ് അല്ലേ, ജിയോയിഡ്. അപ്പൊ എന്താക്കുക, ഓക്കെ, ജിയോയിഡ് അല്ലേ. ഇനി നെക്സ്റ്റ് നോക്കിയാൽ ബി അല്ലേ, എ ആണ് ഇപ്പൊ പറഞ്ഞ ബി. സം കൺസെപ്റ്റ്സ് റിലേറ്റഡ് ടു ദ ഷേപ്പ് ഓഫ് എർത്ത് ആർ ഗിവൺ ബിലോ. എന്താണ് ഈ എർത്തിന്റെ ഷേപ്പിനെ കുറിച്ചിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കൺസെപ്റ്റ് ആണ് താഴെ തന്നിരിക്കുന്നത്. അറേഞ്ച് ദിസ് കൺസെപ്റ്റ് ഫ്രം ഏൻഷ്യന്റ് ടു മോഡേൺ. ഈ കൺസെപ്റ്റിനെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഏൻഷ്യന്റ് പഴയതിൽ നിന്നും മോഡേണിലേക്കായിട്ട് നിങ്ങൾ എന്താക്കണം, അറേഞ്ച് ചെയ്യണം. ഓക്കെ, നോക്കൂ. ഫസ്റ്റ് വൺ, ഗ്രീക്ക് ഫിലോസഫേഴ്സ് പൈത്തഗോറസ് ആൻഡ് അരിസ്റ്റോട്ടിൽ എസ്റ്റാബ്ലിഷ്ഡ് ദാറ്റ് എർത്ത് ഈസ് സ്ഫെറിക്കൽ ഇൻ ഷേപ്പ്. നമ്മൾ പഠിച്ചതാണ് അല്ലേ. Thales believed that Earth is a sphere that floats on Earth. Magellan's voyage round the world proved that the Earth is spherical in shape. Aryabhatta strongly believed that the shape of the Earth is spherical and spins on an imaginary axis. ഇതെന്താണ് ഏൻഷ്യന്റ് മോഡേണിലേക്ക് ആക്കിയിട്ടുള്ള ഇത് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ എങ്ങനെയൊക്കെയാണ് ഫസ്റ്റ് ഏതാ വരിക? അപ്പോൾ ഫസ്റ്റ് വൺ ഏതാ വരിക? തെയിൽസ് ബിലീവ് ദാറ്റ് എർത്ത് ഈസ് എ സ്ഫിയർ ദാറ്റ് ഫ്ലോട്ട്സ് ഓൺ വാട്ടർ അല്ലേ. അതാണ് ഈ തന്നിരിക്കുന്ന 4 പറ്റി ഏൻഷ്യൻ്റ് ആയി കിടക്കുന്നത് അല്ലേ. പിന്നെ അടുത്ത ഗ്രീക്ക് ഫിലോസഫേഴ്സ് പൈത്തഗോറസ് ആൻഡ് അരിസ്റ്റോട്ടിൽ എസ്റ്റാബ്ലിഷ് ദാറ്റ് എർത്ത് ഈസ് സ്ഫെറിക്കൽ ഇൻ ഷേപ്പ് അല്ലേ. പിന്നെ അടുത്ത മൂന്നാമത്തെ വരുന്നത് ആര്യഭട്ട സ്ട്രോങ്ലി ബിലീവ് ദാറ്റ് ദ ഷേപ്പ് ഓഫ് എർത്ത് ഈസ് സ്ഫെറിക്കൽ ആൻഡ് സ്പിൻസ് ഓൺ ആൻ ഇമാജിനറി ആക്സിസ് അല്ലേ. അടുത്തതോ മെഗലൻസ് വോയേജ് റൗണ്ട് ദ വേൾഡ് പ്രൂവ് ദാറ്റ് എർത്ത് ഈസ് സ്ഫെറിക്കൽ ഇൻ ഷേപ്പ്. ഇങ്ങനെ ഓർഡറായിട്ട് 1, 2, 3, 4 ആയിട്ട് കറക്റ്റ് ഓർഡറായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് ഈ ജിയോയിഡ് എന്നുള്ള കറക്റ്റ് ആൻസർ എഴുതി കഴിഞ്ഞാൽ ഈ ആക്ടിവിറ്റി ഫുൾ മാർക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുക. ഓക്കെ, ദെൻ അടുത്ത ആക്ടിവിറ്റി എന്താ നമുക്ക് നോക്കാം. ആക്ടിവിറ്റി 2, latitudes and longitudes help to locate a place on earth. Read a note prepared by Appu about longitudes. എന്താണ് ലാറ്റിറ്റ്യൂഡ്സും ലോഞ്ചിറ്റ്യൂഡ്സും ഹെൽപ്പ് ടു ലൊക്കേറ്റ് പ്ലേസ് ഓൺ എർത്ത്. എർത്തിൻ്റെ പ്ലേസ്, എർത്തിലുള്ള ഒരു സ്ഥലം നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത് ഈ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. റീഡ് എ നോട്ട് പ്രിപ്പയർഡ് ബൈ അപ്പു അബൌട്ട് ലോഞ്ചിറ്റ്യൂഡ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അപ്പു
പ്രിപ്പയർ ചെയ്യാണ് ഒരു നോട്ട് അല്ലേ, എന്ത് ലോഞ്ചിറ്റ്യൂഡിനെ കുറിച്ചിട്ട്. ഓക്കെ, എന്താണ് ലോഞ്ചിറ്റ്യൂഡ് എന്നുള്ളത്? ഓൾ ലോഞ്ചിറ്റ്യൂഡ് ഹാവ് ഈക്വൽ ലെങ്ത്. ലോഞ്ചിറ്റ്യൂഡ്സ് ആർ lines that are drawn joining both the poles on the globe. The longitude along the eastern hemisphere are called east longitude, and those along the western hemisphere are called west longitude. Longitudes are drawn vertically over the latitude. ഇതാണ് എന്താ അപ്പോൾ പ്രിപ്പയർ ചെയ്ത നോട്ട് അല്ലേ. അതിന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ഇതിലുള്ളത് വരുന്നത്? എന്താ പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ ലാറ്റിറ്റ്യൂഡ്. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനെ കുറിച്ചിട്ട് അവന് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ലാറ്റിറ്റ്യൂഡിനെ കുറിച്ചിട്ട് എന്താക്കുക, അതിനെക്കുറിച്ച് നിങ്ങൾ ഷോർട്ട് നോട്ട് എഴുതാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ലാറ്റിറ്റ്യൂഡിനെ കുറിച്ചിട്ട് നിങ്ങൾ ഷോർട്ട് നോട്ട് എഴുതുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണ് നമുക്ക് നോക്കാം. ആക്ടിവിറ്റി 3. The house that we build, the dress we wear and the food we eat are not made using the materials from our surroundings. എന്താണ് നമ്മൾ ഉണ്ടാക്കിയ വീട് അല്ലേ, അതുപോലെ ഡ്രസ്സുകൾ, നമ്മൾ ഇടുന്ന ഡ്രസ്സുകളും ഭക്ഷണം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ അല്ലേ, അതൊക്കെ എന്താണ് നമ്മളെ ചുറ്റിനും ഉണ്ടാക്കിയ സംഭവങ്ങളല്ല അല്ലേ, അതൊക്കെ ഇപ്പോൾ ദൂരത്തുനിന്ന് വരുന്ന സംഭവങ്ങളാണ് അല്ലേ. ബട്ട് പിഗ്മീസ്, പക്ഷേ പിഗ്മീസ് എന്താ ടോട്ടലി ഡിപ്പെൻഡ് ഓൺ നേച്ചർ ഫോർ ദെയർ ലിവിങ്. ഈ പിഗ്മീസ് എന്താണ് അവർ ജീവിക്കുന്ന ആ നേച്ചറായിട്ട് എന്താണ് നന്നായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ എന്താണ്? വേർ ഡസ് പിഗ്മീസ് live? എവിടെയാണ് പിഗ്മീസ് ജീവിക്കുന്നത്? അറിയാലോ എവിടെയാണെന്നുള്ളത്, അത് എഴുതുക. ഓക്കെ, പിന്നെ ബി, പ്രിപ്പയർ എ നോട്ട് സ്റ്റേറ്റിംഗ് ദ റിലേഷൻ വിത്ത് നേച്ചർ ഓൺ ദ ഫുഡ്, ക്ലോത്തിങ് ആൻഡ് ഷെൽട്ടർ ഓഫ് പിഗ്മീസ്. എന്താണ് പ്രിപ്പയർ എ നോട്ട് സ്റ്റേറ്റിംഗ് ദ റിലേഷൻ വിത്ത് നേച്ചർ ഓൺ ദ ഫുഡ്, ക്ലോത്തിങ് ആൻഡ് ഷെൽട്ടർ ഓഫ് പിഗ്മീസ്. നിങ്ങൾ നോട്ട് തയ്യാറാക്കുക, എന്ത് ഈ പിഗ്മീസിൻ്റെ ഷെൽട്ടറും അതുപോലെ അവരുടെ വസ്ത്രം, അതുപോലെ അവരുടെ ഭക്ഷണം, അവരുടെ പാർപ്പിടം അല്ലേ, അതിനെ കുറിച്ചിട്ടൊക്കെ എന്താണ് റിലേറ്റ് ആയിട്ടുള്ള നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതാണ് ആക്ടിവിറ്റി 3. നെക്സ്റ്റ് ആക്ടിവിറ്റി 4 എന്താ നമുക്ക് നോക്കാം. The climate and flora and fauna in desert have its own innate feature. അല്ലേ, എന്താണ് ഇവിടെ പറയുന്നത്? അപ്പോൾ ഈ ഫ്ലോറ ആൻഡ് ഫോന ഡെസേർട്ടിലുള്ള അല്ലേ, എന്താണ് ഫ്ലോറും ഫോനയുടെ ക്ലൈമറ്റും ഒക്കെ എന്താണ് അതിൻ്റെതായിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട് അല്ലേ. എ ഫ്രൂട്ട് വിച്ച് ഗ്രോസ് ഇൻ ഡെസേർട്ട് ഇൻ കോമൺലി അവൈലബിൾ ഇൻ കേരള, നെയിം ദ ഫ്രൂട്ട്. എന്താണ് ഈ കേരളത്തിൽ ഇപ്പം നന്നായിട്ട് സുലഭമായി കിട്ടുന്ന ഡെസേർട്ടിൽ ഉണ്ടാവുന്ന ഒരു ഫ്രൂട്ട് കേരളത്തിൽ ഇപ്പം നല്ലോണം അവൈലബിൾ ആയിട്ടുള്ളൊരു സാധാരണയായി അവൈലബിൾ ഒരു ഫ്രൂട്ട് ഉണ്ട്. നെയിം ദ ഫ്രൂട്ട്. അതിൻ്റെ ആ ഫ്രൂട്ടിൻ്റെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് നമുക്ക് ഡെസേർട്ടിൽ നിന്ന് കിട്ടുന്ന ആ ഇത് ഇപ്പോൾ നമുക്ക് ഒന്നായി കിട്ടുന്നതാണ്. എന്താണ് ഈന്തപ്പഴം അല്ലേ, എന്താ ഡേറ്റ്സ് എഴുതാം. ഓക്കെ, ദെൻ ബി അടുത്ത എന്താണ്? വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് വെജിറ്റേഷൻസ് ഇൻ ഡെസേർട്ട്. എന്താണ് ഡെസേർട്ടിലുള്ള ഈ വെജിറ്റേഷൻ്റെ ആ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് എഴുതേണ്ടത്. അടുത്ത സി എന്താ വെച്ചാൽ ഡിസ്ക്രൈബ് ദ ക്ലൈമാറ്റിക് ഫീച്ചേഴ്സ് ഇൻ ഡെസേർട്ട്. എന്താണ് ഡെസേർട്ടിലുള്ള കാലാവസ്ഥ അല്ലേ, ക്ലൈമാറ്റിക് ഫീച്ചേഴ്സ് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് വെജിറ്റേഷൻസ് ഇൻ ഡെസേർട്ട് എന്ന് പറയുന്നത്. അതിന് നോ ലീവ്സ്, പിന്നെന്താണ് അതൊക്കെ അറിയാലോ അല്ലേ, അതൊക്കെ എഴുതുക കേട്ടോ. പിന്നെ ക്ലൈമറ്റിക് ഫീച്ചേഴ്സ് ഇൻ ഡെസേർട്ട്, എന്താണ് ഡെസേർട്ടിലുള്ള കാലാവസ്ഥ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് അത് വിവരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. 5. മിഡീവൽ പീരീഡ് ഇൻ ഇന്ത്യ കോൺട്രിബ്യൂട്ടഡ് എ ലോട്ട് ടു ദ സ്കൾപ്ചേഴ്സ് ആൻഡ് ആർക്കിടെക്ചർ. ഈവൻ നൗ ദേ ആർ ദ സിംബൽസ് ഓഫ് ദ റിച്ച് ആൻഡ് ഡൈവേഴ്സ് കൾച്ചറൽ ട്രഡീഷൻ ഓഫ് കേരള. എന്താണ് ഇന്ത്യയിലുള്ള മിഡീവൽ പീരീഡിൽ എന്താണ് ലോട്ട് ഓഫ് സ്കൾപ്ചേഴ്സും ആർക്കിടെക്ചറൊക്കെ ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ഒരുപാടുണ്ട്. ഈവൻ നൗ ദേ ആർ ദ സിംബൽസ് ഓഫ് ദ റിച്ച് ആൻഡ് ഡൈവേഴ്സ് കൾച്ചറൽ ട്രഡീഷൻ ഓഫ് ഇന്ത്യ. ഇപ്പം എന്താണത്? അതൊക്കെ നമ്മളെ കൾച്ചറൽ ട്രഡീഷൻ, ഇന്ത്യൻ്റെ കൾച്ചറൽ ട്രഡീഷൻ്റെ എന്താണ് വൈവിധ്യവും സംബന്ധവുമായ ഒരു സിംബൽസ് ആയിരുന്നു അല്ലേ. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ 2 മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് മൂവ്മെൻറ്റ് ഇൻ ദ ഫീൽഡ് ഓഫ് ലിറ്ററേച്ചർ അറ്റ് ദാറ്റ് ടൈം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? രണ്ട് എന്താ അക്കാലത്ത് എന്താണ് ഈ ലിറ്ററേച്ചറിൻ്റെ ഫീൽഡിൽ 2 മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് മൂവ്മെൻറ്റ്സ് ഉണ്ട്. അതിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 2 പേര്, 2 പ്രസ്ഥാനത്തിൻ്റെ പേര് എഴുതുക. എന്താണ് ആ സമയത്ത് ലിറ്ററേച്ചറിൻ്റെ ഫീൽഡിൽ സിഗ്നിഫിക്കൻറ്റ് മൂവ്മെൻറ്റ്സ് ഉണ്ട്, കുറേ സിഗ്നിഫിക്കൻറ്റ് മൂവ്മെൻറ്റ്സ് ഉണ്ട് അല്ലേ. അതിലെ 2 പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്ത ബി എന്താണ്? വാട്ട് വേർ സം ഓഫ് ദ സാലിയൻ ഫീച്ചേഴ്സ് ഫൗണ്ട് ഇൻ പോയംസ് ഓഫ് ദാറ്റ് ടൈം. ആ ടൈമിൽ എന്താണ് ഈ സാലിയൻ ഫീച്ചേഴ്സ് ഫൗണ്ട് ഇൻ ദ പോയംസ് ഇൻ ദാറ്റ് ടൈം.
അക്കാലത്തെ കവികളിൽ കണ്ട അല്ലേ, അതായത് അക്കാലത്തെ കവികളിൽ കണ്ട പ്രധാന ഫീച്ചേഴ്സ് എന്തൊക്കെയായിരുന്നതാണ്, അവരുടെ രചനകളിൽ കണ്ട പ്രധാന ഫീച്ചേഴ്സ് എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത സി എന്താണ്, മലയാളം ഈസ് ഓൾസോ എ ലാംഗ്വേജ് വിച്ച് ഈസ് ഡെവലപ്ഡ് ത്രൂ ദിസ് മൂവ്മെന്റ്. ഈ മൂവ്മെന്റിൽ എന്താണ്, ഈ മലയാളം എന്ന് പറഞ്ഞ ഈ ലാംഗ്വേജ് എന്താക്കിയിട്ടുണ്ട്, ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ. നെയിം ദ ഫേമസ് പോയിറ്റ് ഹു ഈസ് ദ ഫാദർ ഓഫ് മലയാളം ലാംഗ്വേജ്. അങ്ങനെയാണെങ്കിൽ ഫാദർ ഓഫ് എന്താണ് മലയാളം ലാംഗ്വേജിന്റെ ഫാദർ ആരാണ്, ആ പോയിന്റിന്റെ പേരെന്താന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ഡി എന്താണ്, നെയിം എനി വൺ ഓഫ് ഹിസ് മേജർ വർക്ക്. അയാളുടെ ഒരു മേജർ വർക്ക്, ഏതെങ്കിലും ഒരു മേജർ വർക്ക് ഏതാണെന്നും അത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എന്താണ് തുഞ്ചത്ത് എഴുത്തച്ഛൻ അല്ലേ, ഫാദർ ഓഫ് മലയാളം ലാംഗ്വേജ് ആരാണ്, എഴുത്തച്ഛൻ അല്ലെങ്കിൽ തുഞ്ചത്ത് എഴുത്തച്ഛൻ അല്ലേ, രണ്ടാളും ഒരാൾ തന്നെ. പിന്നെ വർക്ക് ഏതാണ്, ഭാഗവതം, പിന്നെ ഏതാണ്, അതൊക്കെ എഴുതുക. മഹാഭാരതം, അധ്യാത്മ രാമായണം, അതിലേതെങ്കിലും ഒന്ന് എഴുതുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി 6 എന്താണ്, എ ന്യൂ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ ഡെവലപ്ഡ് ഡ്യൂറിംഗ് ദ സുൽത്താനേറ്റ് പീരീഡ്. ദിസ് വാസ് നോൺ ആസ് എ ഇന്തോ ഇസ്ലാമിക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ. എന്താണ്, ഈ സുൽത്താനേറ്റിന്റെ പീരീഡിൽ ഒരു പുതിയ സ്റ്റൈലുള്ള ആർക്കിടെക്ചർ ഡെവലപ്പ് ചെയ്തു അല്ലേ. ഇതിനെയാണ് ഇന്തോ ഇസ്ലാമിക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ എന്ന് പറയുക. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ഫ്രം വിച്ച് കൺട്രീസ് വേർ ദ സ്കിൽഡ് ആർക്കിടെക്ട് ബ്രോട്ട് ടു ഇന്ത്യ ഫോർ ദിസ്. ഏതെല്ലാം രാജ്യത്ത് നിന്നാണ് ഇന്ത്യയിലേക്ക് ഇങ്ങനത്തെ ആർക്കിടെക്റ്റിനെ കൊണ്ടുവന്നത്, നിങ്ങളെ കഴിവുള്ള ആർക്കിടെക്റ്റിനെ ഏതൊക്കെ കൺട്രീസ് നിന്നാണ് കൊണ്ടുവന്നത് ഇന്ത്യയിലേക്ക് എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ബി, പ്രിപ്പയർ എ ഡിസ്ക്രിപ്ഷൻ on the architectural features of the medieval period and publish it on internet to attract foreign tourists. What details do you include in the description? എന്താണെന്ന് വെച്ചാൽ ഫോറിൻ ടൂറിസ്റ്റിനെ നമുക്ക് ഇങ്ങോട്ടേക്ക് ആകർഷിക്കണം. അപ്പം നിങ്ങൾ എന്താക്കണം, ഇൻ്റർനെറ്റിൽ ഒരു പബ്ലിഷ് ചെയ്യണം. എന്ത്, ഈ മിഡീവിയൽ പീരീഡിലേക്ക് ഇവിടേക്ക് കൊണ്ടുവന്ന ആർക്കിടെക്ചറൽ ഫീച്ചേഴ്സ് ഇല്ല, പ്രത്യേകതകളൊക്കെ ആർക്കിടെക്ചറിലുള്ള അതിൻ്റെ പ്രത്യേകതകളൊക്കെ എന്താണ്, നിങ്ങളൊരു പ്രിപ്പയർ ചെയ്യാൻ ഒരു നോട്ട് നല്ലതായിട്ട് നിങ്ങൾ ഇൻ്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യാൻ. വാട്ട് ഡീറ്റെയിൽസ് ഡു യു ഇൻക്ലൂഡ് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ ആ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യിക്കും, എന്തൊക്കെ നിങ്ങൾ അതിൽ കൊടുക്കുന്നതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അത് നിങ്ങൾ എന്താക്കുക, എഴുതുക കേട്ടോ. എന്താ മനസ്സിലായല്ലോ, അതായത് മിഡീവിയൽ പീരീഡിലുള്ള ആ ആർക്കിടെക്ചർ പ്രത്യേകതകളൊക്കെ ഉണ്ടല്ലോ, അതിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ എന്താക്കണം, ഒരു നോട്ട് തയ്യാറാക്കുക. എന്തിനു വേണ്ടിയിട്ടാണിത്, ഈ ഫോറിൻ ടൂറിസ്റ്റിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഫോറിൻ ടൂറിസ്റ്റ് എന്താണ്, ഫസ്റ്റ് ഇൻ്റർനെറ്റിലാണല്ലോ നോക്കുക അല്ലേ. അപ്പോൾ അവർക്ക് ഓരെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ്റർനെറ്റിൽ എന്താണ് നിങ്ങൾ ഈ മിഡീവിയൽ പീരീഡിലെ ഈ ആർക്കിടെക്ചറൽ ഫീച്ചേഴ്സൊക്കെ നിങ്ങൾ എന്താക്കുക, എഴുതി പബ്ലിഷ് ചെയ്യാനാണ്. അപ്പോൾ അതിൽ നിങ്ങൾ എന്തൊക്കെ എഴുതുന്നതാണ് ചോദിച്ചിരിക്കുന്നത്, അതൊക്കെ എഴുതുകയാണ് വേണ്ടത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണ്, the Arabs acquired the knowledge on science and technology that originated in ancient India. They propagated the concept of zero in Europe. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, the Arabs acquired the knowledge on science and technology that originated in ancient India. ഏൻഷ്യൻ്റ് ഇന്ത്യയിലുള്ള പല ഈ സയൻസും ടെക്നോളജിയിലുള്ള പല നേട്ടങ്ങളും അറബികളും മനസ്സിലാക്കിയിരുന്നു അല്ലേ. ദേ പ്രൊപ്പഗേറ്റഡ് ദ കൺസെപ്റ്റ് ഓഫ് സീറോ ഇൻ യൂറോപ്പ്. അവരാണ് എന്താ യൂറോപ്പിൽ ഈ സീറോ എന്ന് പറഞ്ഞ കൺസെപ്റ്റ്, ഇന്ത്യയിലുള്ള ഈ സീറോ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഇവർ കൊണ്ടുവന്നു അല്ലേ, എല്ലാവരും അറിയപ്പെട്ടു. വിച്ച് ന്യൂമറൽ സിസ്റ്റംസ് ഓഫ് ഇന്ത്യ വാസ് പ്രൊപ്പഗേറ്റഡ് ബൈ ദ അറബ്സ്. എന്താണ്, ഏതൊക്കെ അറബികളിലൂടെയാണ് എന്തായത് പൂജ്യം എന്ന് പറഞ്ഞ ഈ സമ്പ്രദായം ഈ ഇന്ത്യയിൽ ഉള്ളതെന്നുള്ളത് എല്ലാവരും അറിയപ്പെടാൻ തുടങ്ങി അല്ലേ. പിന്നെ എന്താണ്, വേറെ ഏത് നമ്പർ, വേറെ ഏത് ന്യൂമറൽ സിസ്റ്റമാണ് ഇന്ത്യയിലുള്ള വേറെ ഏത് ന്യൂമറൽ സിസ്റ്റമാണ് ഈ അറബ്സ് എന്താക്കിയത്, അറബികൾ പ്രൊപ്പഗേറ്റ് ചെയ്തത്, അതാണ് ഈ ചോദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി ബി എന്താണ്, റൈറ്റ് എനി two contributions of Arabs in the field of science and literature. സയൻസിലും ലിറ്ററേച്ചറിലും അറബികൾ നൽകിയ 2 കോൺട്രിബ്യൂഷൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത് സി എന്താണ്, വാട്ട് ആർ ദ കോൺട്രിബ്യൂഷൻ ഓഫ് ദ ചൈനീസ് ഇൻ ദ ഫീൽഡ് ഓഫ് നോളജ് ഡ്യൂറിങ് ദ മിഡീവൽ പീരീഡ്. മിഡീവൽ പീരീഡിൽ ഈ നോളജിൻ്റെ ഫീൽഡിലേക്ക് ചൈനക്കാർ നൽകിയ 2 കോൺട്രിബ്യൂഷൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്ത ആക്ടിവിറ്റി 8 എന്താ നോക്കുക. ടെമ്പിൾ ആർട്ട് ആൻഡ് റിച്വൽസ് ആർട്സ് വർ ഫോംഡ് ഇൻ ദ മിഡീവൽ പീരീഡ്.
എന്താണ് ടെമ്പിൾ ആർട്ടും റിച്വൽ ആർട്സ് എന്താണ് മിഡീവൽ പീരീഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത് അല്ലേ. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ഐഡന്റിഫൈ ആൻഡ് റൈറ്റ് ദ ആർട്ട് ഫോം ഇൻ ദ പിക്ചേഴ്സ് ഇൻ ഗിവൺ ബിലോ. ഈ മുകളിൽ തന്നിരിക്കുന്ന ഈ ആർട്ട് ഫോം ഏതൊക്കെയാന്നുള്ളത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നേതാ തെയ്യം അല്ലേ, രണ്ടാമത് ഏതാ കഥകളി അല്ലേ, മൂന്നാമത് ഏതാ ചാക്യാർ കൂത്ത് അല്ലേ, നാലാമത്തെ എന്താ കളമെഴുത്ത്, പിന്നെ എന്ത് പറയും പാട്ട് അല്ലെങ്കിൽ കളമെഴുത്ത് പാട്ട് അല്ലെങ്കിൽ കളംപാട്ട് ഒക്കെ പറയും അല്ലേ. ഇനി രണ്ടാമത്തെ ബി എന്താണ് ക്ലാസിഫൈ ദം ഇൻറ്റു ടെമ്പിൾ ആർട്ട് ആൻഡ് റിച്വൽ ആർട്സ്. ഇതിനെന്താണ് ടെമ്പിൾ ആർട്ടായിട്ടും റിച്വൽ ആർട്ടായിട്ടും ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം കഥകളിയും ചാക്യാർകൂത്തും എന്താണ് ടെമ്പിളാണ് അല്ലേ, ടെമ്പിൾ ആർട്ടാണ്. റിച്വൽ ആർട്ട് മറ്റേത് രണ്ടും അല്ലേ, ഏതൊക്കെയാണ് കളംപാട്ടും ചാക്യാർകൂത്തും. പിന്നെ തെയ്യവും കളമെഴുത്ത് പാട്ടുമാണ് എന്ത് റിച്വൽ ആർട്സ് അല്ലേ. ടെമ്പിൾ ആർട്ട് എന്തൊക്കെയാണ് കഥകളിയും ചാക്യാർകൂത്തും. ഓക്കെ ദെൻ അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ അവസാനിച്ചു. അപ്പോൾ നന്നായി നിങ്ങൾ തരുന്ന ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നന്നായി വായിച്ചിട്ട് അതിന് ആൻസർ ചെയ്യുക കേട്ടോ. ഓക്കെ ദെൻ ടീച്ചർ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ഇതിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ ബൈ.